ഹായ് കാൺവിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരപ്പനങ്ങാടിക്ക് വന്നതാണ് കേട്ടോ. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനാണിത്. അവിടെ കുറച്ച് മിനുക്കപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ പ്രതീതിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു കല്യാണ വീട് മാതിരി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അവിടെ വരാനല്ല, റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതിനാണ്. പക്ഷെ അവിടേക്കല്ല വരേണ്ടത്. ഞങ്ങൾ അൽബയ്ക്ക് തപ്പി വന്നതാണ് കേട്ടോ, ബ്രോസ്റ്റ് വാങ്ങാൻ. ഇത് രാത്രി 11 മണിക്ക് ഉള്ളതാണ്. മോള് വരുന്നുണ്ട്. അപ്പോൾ അവൾ ഭക്ഷണം കഴിച്ചില്ല, പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ചില്ല. എന്നാൽ ഒന്നിച്ച് കഴിക്കാമല്ലോ വിചാരിച്ച്. 11 മണി എന്ന് പറഞ്ഞാൽ 11:30 ആവും വരാനെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലെറ്റ്സോ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അവിടെ ബ്രോസ്റ്റ് ഏൽപ്പിച്ചിട്ട് എല്ലാ കടകളും അടച്ചിരുന്നേ. അവരും അടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അവൾ വന്ന് കേട്ടോ, ട്രെയിൻ വന്ന്. അവൾ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്താണ് കേട്ടോ അവൾക്കിപ്പോൾ ഇറങ്ങാനുള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ കാത്തുനിന്ന് അങ്ങനെ അവൾ 11:30 ആയപ്പോഴത്തേന് എത്തി. പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു. അവൾ നല്ലോണം ക്ഷീണിച്ചിട്ടും ഉണ്ട്. പിന്നെ ഞങ്ങൾ പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് ക്ലീനിങ് കൂടി പണിയുണ്ട്, ഇവിടുന്ന് തിന്നോളി പറഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ബ്രോസ്റ്റ് തന്നെ അവിടുന്ന് കഴിച്ചിട്ടാ. അപ്പോൾ കുഴപ്പമില്ല, ബ്രോസ്റ്റ് കുഴപ്പമില്ലാത്ത ഒരു ബ്രോസ്റ്റാണ്. ഞങ്ങൾ അവിടുന്ന് ഏറെ മന്തിയൊക്കെ കഴിക്കാറുണ്ട്. മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ആകുന്നുണ്ട്. ബ്രോസ്റ്റ് നല്ല അടിപൊളി എന്ന് പറയാനില്ല, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബ്രോസ്റ്റായിരുന്നു. എന്തായാലും അത് കഴിച്ച്. അന്നേരം കഴിക്കാൻ വലിയ താല്പര്യമില്ല, പിന്നെ അവളെത്ര നേരം വൈകുന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. പോകുന്ന വലിയത് തറവാടെന്ന് പറഞ്ഞ ഒരു പുതിയത് വന്നിട്ടുണ്ടല്ലോ പരപ്പനങ്ങാടിയിൽ, അതാണ് ഇട്ടത്. അവിടെ ഞങ്ങൾ പോകുമ്പോൾ നോക്കിപ്പോയി, അവിടെ ബ്രോസ്റ്റ് കട ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ കയറിയില്ല. പിന്നെ ഒരുവിധം ഇതൊക്കെ അടക്കണ ടൈമായിരുന്നു ആ ടൈം. പിന്നെ നമ്മൾ ചുറ്റിപ്പടി എത്തിക്കഴിഞ്ഞാൽ നമുക്കുള്ളതാണ് ഗേറ്റ് അടവിപ്പെടുക. ഇനിയിപ്പോൾ അവിടെ ഒരു പുതിയ പാലം വരുന്നുണ്ട്, പണി തീർന്നിട്ടില്ല. കുറേ ആയി പണി തീർന്നിട്ടില്ല. അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൽ പോകാനൊക്കെ എളുപ്പമാവും. അതിനേക്കാൾ രസം ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വലിയ ഫ്ലെക്സ് ഉണ്ടായിരുന്നു ബ്രസീലിൻ്റെ. പക്ഷേ പോരുമ്പോൾ അത് കാണുന്നില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ പോരുമ്പോൾ അത് പണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയിട്ടാ. ഇന്നിപ്പോൾ സ്പെയിനും ജയിച്ച്, എല്ലാവരും അർജൻറ്റീന ജയിക്കുമെന്ന് വിചാരിച്ച്. പക്ഷേ സ്പെയിനും ഉണ്ടായില്ലേ. അതേമാതിരി കണ്ട ഇഷ്ടമാതിരി ഫ്ലവർ ഉണ്ടാ പൊന്തിക്കണുണ്ടപ്പോ മുട്ടുകള് ഉയരാനായിട്ട് മുട്ടുണ്ടാ കാരണം വിരിയാണ്ടൊക്കെ ഒരേ സമയമാണ്. അവള് വെള്ളിയാഴ്ച രാത്രിയാണ് കേട്ടോ വന്നേ. 2 ദിവസത്തിനായിട്ട് വന്നതാണ്. അന്നത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം.